യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ദൈവവചനവുമായി പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിന് നിന്നെ വേണം എന്നാണ്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരാളാണ് നിങ്ങളുടെ കുടുംബം. അതുകൊണ്ടാണ് ഈ വചനം നിങ്ങൾ ഇന്ന് കേൾക്കാനിടയാകുന്നത്. ഈ വചനം ഒരുപക്ഷെ ഒത്തിരി നിരാശയുള്ള ഒരാൾ കേൾക്കുന്നുണ്ടാകാം, ഒത്തിരി മനോവേദന അനുഭവിക്കുന്ന ഒരാൾ കേൾക്കുന്നുണ്ടാകാം. യേശുവിന് നിന്നെ വേണം, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാൻ ഇടവന്നത്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുമ്പോൾ ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ആലയത്തിൽ വരുന്നവർ പറയും, ഞങ്ങൾ ഇന്ന സഭയിൽപ്പെട്ടവരാ, ഞങ്ങൾക്കിവിടെ വരാൻ പറ്റുമോ, ഞങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ സഭകളിലും പെട്ട ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഈ വചനം കേൾക്കുന്ന എല്ലാ സഭകളിലും പെട്ട ആളുകൾ, ആർസിക്കാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, മലങ്കരക്കാരുണ്ട്, ജ്ഞാനായക്കാരുണ്ട്, CSIക്കാരുണ്ട്, മാർത്തോമക്കാരുണ്ട്, ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ടവരുണ്ടാവും, മറ്റു മതത്തിൽപ്പെട്ടവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഏതു സഭയിലാണെങ്കിലും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹമെന്ന വലിയ കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന ആൾക്കാരെ തരംതിരിച്ച് കണ്ടുകൊണ്ടല്ല പ്രസംഗിക്കുന്നത്. നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു മനസ്സോടെ നിൽക്കുന്നവരാണ്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം, കേൾക്കുന്ന വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന വചനം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമേ ഈ വചനം ഒന്ന് കേൾക്കാം. പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളാണ്. 8-ാമത്തെ വാക്യം, സഹോദരരെ, പൗലോസ് ശ്ലീഹ പറയുവാണ്, സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി. അപ്പോൾ കുറേ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരാളാണ്. ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടാവും. ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഈ സങ്കടങ്ങളൊന്നും പറയണ്ട, അച്ഛൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളൊന്നും പറയണ്ട, അതൊക്കെ നാണക്കേടാണ്, അതൊക്കെ നാണക്കേടല്ലേ, അതൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ എന്താ പറഞ്ഞത്? ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞങ്ങൾ അനുഭവിച്ച സൗഭാഗ്യങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച നേട്ടങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷമങ്ങളിലൂടെയാണ് നമ്മൾ ശരിക്കും നമ്മളായത്, ദൈവത്തെ അറിഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചത്, ദൈവത്തിൻ്റെ കരുതലറിഞ്ഞത്. അടുത്തത് എന്തൊക്കെ അനുഭവിച്ചു? മരണഭയം ഉണ്ടാകത്തക്ക വിധം, മരണഭയം, മരിച്ചു പോകുമോ എന്നുവരെ മരണഭയം, ഏറ്റവും വലിയ ഭയത്തിലൊന്നാണ് മരണഭയം. മരണഭയം വന്നാൽ വലുതായ ഡിപ്രഷൻ വരാം, തകർന്നു പോകാം, ഉറക്കം നഷ്ടപ്പെടാം,
വലിയ പാടാണ്. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. 2 മലയാള വാക്ക്: കഠിനമായും ദുസ്സഹമായും. കഠിനമായും ദുസ്സഹമായും പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത് വലിയൊരു കടന്നുപോയ വഴികൾ നിസ്സാരമല്ല. കടന്നുപോയ വഴികൾ ചില്ലറയല്ല. വലിയ മനോദുഃഖങ്ങളിലൂടെ കടന്നുപോയി. മരണഭയം മരണവക്രത്തിലകപ്പെട്ടതുപോലെ തോന്നി. മരണഭയം വേട്ടയാടി. പക്ഷേ ഈ സമയത്ത് എന്തു ചെയ്തു? എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പൗലോസ്ലീഹ ഇങ്ങനെയുള്ള വിഷമങ്ങളിലൊക്കെ എന്താ ചെയ്തത്? തങ്ങളിൽ തന്നെ തൻ്റെ തന്നെ കഴിവിലും ശക്തിയിലും നേട്ടത്തിലും കൂടെയുള്ളവരിലും പ്രിയപ്പെട്ടവരിലും സ്വാധീനമുള്ളവരിലും സമ്പന്നരിലും അധികാരികളിലും ഒന്നും ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ അവർ ആശ്രയിച്ചു. ഇത്രയും കാര്യങ്ങൾ നടന്നു. വലിയ മരണഭയം, ടെൻഷൻ, സങ്കടം. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇതുപോലെ അനുഭവിക്കുന്നവർ കാണും. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർ കാണും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കാണും. നാട് വിട്ടു പോയാലോ, എങ്ങോട്ടേലും പോയാലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കാണും. മനസ്സ് തളർന്നിരിക്കുന്നവരുണ്ട്. വലിയ ഹൃദയവേദനയുള്ളവരുണ്ട്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. രോഗികളുണ്ട്. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. മക്കളുടെ സ്വഭാവത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. നല്ലൊരു വീടില്ലാത്തവരുണ്ട്. വാടക വീട്ടിൽ വർഷങ്ങളായി കിടക്കുന്നവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്. തകർന്ന് തരിപ്പണമായ കുടുംബ ബന്ധങ്ങളുള്ളവരുണ്ട്. കുടുംബ ബന്ധങ്ങൾ അറ്റുപോയവരുണ്ട്. ആരും കൂടെയില്ലാതെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് കുറെ കൂടി ദൈവത്തിലൊന്ന് ആശ്രയിച്ചേ. പൗലോസ്ലീഹ മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം ഉണ്ടായപ്പോൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു. എൻ്റെ ഒപ്പം ഒന്ന് പറയാമോ? കർത്താവേ, ഞങ്ങൾ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇത്രയും ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചപ്പം ഇനി 10ാമത്തെ വാക്യം അതിൻ്റെ ഉത്തരവാണ്. അതാണ് അതിൻ്റെ ആ വചനത്തിൻ്റെ മെയിൻ ഭാഗം. 10ാമത്തെ വാക്യം: അത്രമാത്രം ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. എന്തു സംഭവിച്ചു? അത്രമാത്രം ഗൗരവമേറിയ വിപത്ത്. വിപത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത്, പ്രശ്നം, പ്രതിസന്ധി, കഷ്ടപ്പാട്. ഗൗരവമുള്ള പ്രതിസന്ധിയിൽ നിന്ന്, ഗൗരവമുള്ള വേദനയിൽ നിന്ന്, ഗൗരവമുള്ള ആ കഷ്ടതയിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അതൊരു ടെസ്റ്റിമണിയാണ്, ഒരു സാക്ഷ്യമാണ്. രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇന്നീ വചനത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നീ വചനമാണ് വിശ്വസിക്കുന്നത്. എന്നോട് ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട്, സങ്കടങ്ങളൊന്നും പറയണ്ട, പണ്ടനുഭവിച്ച വീട്ടിലെ വിഷമങ്ങളൊന്നും പറയണ്ട, അതൊക്കെ നാണക്കേടാണ്, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, കുടുംബക്കാർ നാട്ടുകാരൊക്കെ എന്നാ വിചാരിക്കും. എന്നെ ഞാനാക്കിയത് ഓരോ സങ്കടങ്ങളാണ്. എന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചത്, വചനം വായിച്ചപ്പോൾ അത് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ പഠിപ്പിച്ചത് കടന്നുപോയ വഴികളും അനുഭവിച്ച സങ്കടങ്ങളുമാണ്. ഞാൻ പറയുന്ന അനുഭവങ്ങൾ ആരെയും തരം താഴ്ത്താനോ അയ്യോഭാവം കിട്ടാനോ സഹതാപം പിടിച്ചു പറ്റാനോ കുറേ ആളുകളുടെ പ്രീതി കിട്ടാനോ വേണ്ടിയൊന്നുമല്ല. ഇത് ദൈവത്തിൽ ആശ്രയിക്കാൻ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞങ്ങൾ അനുഭവിച്ച സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നല്ല പറഞ്ഞ്, ഞങ്ങൾ അനുഭവിച്ച, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച
പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ, ഓരോ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഹായം ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാനിടയാകണമേ. ദോഷമൊന്നും വരാതെ കാത്തുകൊള്ളണമേ, ദോഷങ്ങളൊന്നും വരാതെ കാത്തുകൊള്ളണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ, സന്തോഷവും സമാധാനവും തരണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾക്ക് കേൾക്കാനിടയാകണമേ. ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്ന യുവതി യുവാക്കൾ ഏതു രാജ്യത്താകട്ടെ, പഠിക്കുന്നവരാകട്ടെ, ഹോസ്റ്റലാകട്ടെ, വേറെ രാജ്യങ്ങളിലാകട്ടെ, നിങ്ങളവിടെ രക്ഷപ്പെട്ടു വരുന്നുവെന്നും ദൈവാനുഗ്രഹത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്നും ഒരു സാക്ഷ്യമായി ഞങ്ങൾക്ക് കേൾക്കാനിടയാകണം. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും ദാരിദ്ര്യത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറിയെന്ന് കേൾക്കാനിടയാകണം. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി എന്ന് കേൾക്കാനിടയാകണം. മാനസാന്തരം സംഭവിച്ചു എന്ന് കേൾക്കാനിടയാകണം. രോഗശാന്തി ലഭിച്ചു എന്ന് കേൾക്കാനിടയാകണം. ദൈവസ്നേഹം അനുഭവിക്കാനിടയായി എന്ന് കേൾക്കാനിടയാകണം. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷ നൽകണമേ, പ്രത്യാശ നൽകണമേ, നിരാശയെ മാറ്റണമേ. ഇന്ന് കേട്ട വചനത്തിലൂടെ ഞങ്ങളെ തൊടണമേ, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കണമേ. ഈ വചനം കേട്ടത് തന്നെ, ഈ വചനം ചിന്തിച്ചത് തന്നെ യേശുവിന് നിന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ്. യേശുവിന് നിൻ്റെ കുടുംബത്തെ വേണം. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അയൽവാസികളെ ഓർക്കുന്നു. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഓരോ മുറികൾ, താമസിക്കുന്ന സ്ഥലം, ഉപയോഗിക്കുന്ന ഭക്ഷണം, വെള്ളം, എല്ലാ സൗകര്യങ്ങളും, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യങ്ങളുണ്ടാകട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ആ സ്ഥലം വിൽക്കാൻ ഇടവരട്ടെ, ആ PR ലഭിക്കാൻ ഇടവരട്ടെ, കുഞ്ഞുങ്ങളുടെ സ്വഭാവം എല്ലാം അനുഗ്രഹമായി വരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ മനസ്സുകൊണ്ട് ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിങ്കളാഴ്ച ദിവസം, ശരിക്കും ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആളുകളെ ഒരുക്കുന്ന ദിവസമാണ്. ഒരുപാട് പേരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന വീണ ഒരു മണ്ണാണ് അനുഗ്രഹം എന്ന പുണ്യഭൂമി. ഒരുപാട് പേരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുള്ള സ്ഥലം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരനുഗ്രഹത്തിന് കാരണമാകും. ദൈവം നിങ്ങളെ സഹായിച്ചോളും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്ത് വരിക. വെള്ളിയാഴ്ച ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്, വചനം കേട്ട് പോകുന്നുണ്ട്. ചെറുപ്പക്കാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അതൊരനുഗ്രഹമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കണം. ഈ വചനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ എല്ലാവരും എത്തണം. ഇന്ന് വചനം കേൾക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ വചനം കേൾക്കാൻ ഇടയാകണം. നാളെ ഈ മനുഷ്യരേക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.